അതുപോലെ നരയണൂര്, ഇതുപോലെ പലരും പറയേണ്ടി വന്ന ഒരു സത്യം തിരിച്ചെടുക്കാനുള്ള ഒരു കർമ്മ നമുക്കില്ലാത്തതുകൊണ്ട് കഴിഞ്ഞില്ല. നമുക്കെന്നും ഹൈന്ദവ സമ്പ്രദായത്തിൽ വന്ന് മൂടുപടമായിട്ട് മൂടിപ്പോയ മറ്റ് 3 കാലങ്ങളുടെ ധർമ്മം അറിയാത്ത വിധം വന്നുപോയതുകൊണ്ട് നമുക്കത് ഈ കലിയുടെ ധർമ്മത്തെപ്പറ്റി പറഞ്ഞു കിട്ടിയില്ല. ഈ കലിയുടെ ധർമ്മം ചീത്തയാണെന്ന് ആരും വിചാരിക്കരുത്. ഭൂതപ്രേത പിശാചുക്കൾ മുതൽ ആരാധിച്ചതും ത്രിമൂർത്തി പരാശക്തി സമ്പ്രദായം വരെ എത്തി നിൽക്കുന്നതുമായ ദേവീ സമ്പ്രദായത്തിലോ ദേവസമ്പ്രദായത്തിലോ ഗുരുസമ്പ്രദായത്തിലോ എത്തി നിൽക്കുന്ന ആ കർമ്മം നമ്മുടെ വരാൻ പോകുന്ന തലമുറയ്ക്ക് സാക്ഷാത്കാരം കൊടുക്കാൻ ഈ പറഞ്ഞ മഹാന്മാര് ജന്മമെടുക്കുന്ന അത് 2444 ഗുരുക്കന്മാര് ഇതിനു വേണ്ടി വന്നു കഴിഞ്ഞു. പക്ഷെ നമുക്കത് സാധിച്ചില്ല. ഇത് ശ്രീകൃഷ്ണൻ തന്നെയാണ് അതിൻ്റെ മുന്നോടി. ആ പരമഗുരു നമുക്ക് വേണ്ടി ദാനം ചെയ്തത് ഏതൊക്കെ വിധത്തിൽ പാടിയും കളിച്ചും നമുക്കറിയാൻ വയ്യാത്ത മഹാനാക്കി മാറ്റി ഒരു നിഷേധാത്മകമായി നാം തന്നെ കൊണ്ടാടുന്ന അറിവ് നമുക്കെങ്ങനെ കിട്ടിയോ അത് നമുക്കറിവില്ല. ഇത് നമ്മൾ അതിൽ നിന്ന് മാറാൻ മാത്രമല്ല ഈ പറയുന്നത്, അതിനെ ഏറ്റെടുത്ത് അറിഞ്ഞും കൊണ്ട് ശ്രീകൃഷ്ണനോളം വന്ന കർമ്മം എന്തെന്നറിയുന്ന ഒരു ഗുരുവിന്റെ ആ സങ്കല്പമാത്രേണ പരമേശ്വരാഹെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ആ പരമ ഈശ്വരനായി വന്നിട്ട് ഈ പെണ്ണുങ്ങള് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വൈദികം അല്ലെങ്കിൽ ക്ഷേത്ര പരിചയം അനേകം മത സിദ്ധാന്തികൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതങ്ങനെയല്ല. കലിയുടെ ധർമ്മം ഈ ആണും പെണ്ണും കൂടി നിവർത്തിച്ചിട്ട് ഇവരുടെ മക്കള് ഈ മുൻകഴിഞ്ഞ 28 ചതുർയുഗത്തിന്റെയും കടന്നുപോയിരിക്കുന്ന ഈ ധർമ്മത്തെ വീണ്ടെടുത്ത് പ്രവേശിപ്പിച്ച് 350 വർഷം കൊണ്ട് ലോകത്തിന് കൊടുക്കാനുള്ള അറിവ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തും.